ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 21-22 വാക്യങ്ങൾ. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ 5-ാമത്തെ സാദൃശ്യമാകുന്ന പ്രാവ് എന്ന വിഷയമാണ് നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. അത് പുതിയ നിയമത്തിൽ നമ്മൾ പ്രത്യക്ഷമായി വായിക്കുന്ന സന്ദർഭമാണ്. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. അല്ലേ? ദൈവത്തിന്റെ പ്രാവാകുന്ന പരിശുദ്ധാത്മാവ്. അവിടെ ദൈവിക ത്രിത്വത്തിലെ 3 വ്യക്തികളെയും നമ്മൾ ഒരുമിച്ച് കാണുകയാണ്. പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് സാക്ഷ്യം പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു സ്നാനപ്പെടുന്നു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ യേശുവിൻ്റെ മേൽ ഇറങ്ങി വരുന്നു. ത്രിത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവിനെ യേശുവിൻ്റെ സ്നാന സന്ദർഭത്തിൽ നമ്മൾ കാണുകയാണ്. ആ ഒരൊറ്റ സന്ദർഭത്തിൽ തന്നെ ദൈവിക ത്രിത്വത്തിലെ 3 വ്യക്തികളെയും നമ്മൾ കാണുകയാണ്. ഇനി യേശു സ്നാനപ്പെടുത്താൻ കൽപ്പിച്ചത് നോക്കണം. മത്തായി 28:19. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. സ്നാനപ്പെടുത്താനുള്ള യേശുവിന്റെ കൽപ്പന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണം. അവിടെ നമ്മൾ ത്രിത്വത്തിലെ 3 വ്യക്തികളെയും കാണുകയാണ്. 1 കൊരിന്ത്യർ 13:14 നമുക്കൊക്കെ കാണാതറിയാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പോൾ അവിടെ നാം ദൈവിക ത്രിത്വത്തിലെ 3 വ്യക്തികളെയും കാണുകയാണ്. ഒരു കാര്യം കൂടി, ഈ 3 പേരെയും കൂടെ ചേർന്ന് ഒരൊറ്റ നാമത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങളിൽ എന്നല്ല, നാമത്തിൽ ഏകവചനമാണ്. 3 കൂടെ ചേരുന്ന ഏകനാമം, അതാണ് ത്രിയേക ദൈവം എന്ന് പറയുന്നത്. ഇതിന് തത്തുല്യമായൊരു വാക്യം പഴയ നിയമത്തിലുണ്ട്. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിന്റെ 22. യഹോവ പിന്നെയും മോശെയോട് അരുളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, നീ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടതെന്തെന്നാൽ യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ഒന്ന് കാവൽ, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. 2 കൃപ, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം. 3 സമാധാനം, യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം വെക്കണം. നാമങ്ങൾ എന്നാണോ? ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം വയ്ക്കണം. ആവർത്തന പുസ്തകം 6:4 ഇസ്രായേലെ കേൾക്കാൻ നിന്റെ ദൈവമായ യഹോവ ഏകനാകുന്നു. അവിടെ ഏകൻ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം പലതു ചേരുന്ന ഒന്ന് എന്ന പദമാണ്. കോമ്പൗണ്ട് യൂണിറ്റി. യേശു ക്രിസ്തു സ്നാനത്തെ കുറിച്ച് കൽപ്പിച്ച ആ കൽപ്പന അനുസരിച്ച് വേണം നാം സ്നാനപ്പെടുത്തുവാൻ. കാരണം നാം ക്രിസ്ത്യാനികളാണ്. ക്രിസ്തു എന്ത് പഠിപ്പിച്ചു, ക്രിസ്തു എന്ത് കാണിച്ചു, അതാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. നമ്മൾ പത്രോസാനിയല്ല, പൗലോസാനിയല്ല, ക്രിസ്ത്യാനിയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തില് 2 യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. 2 യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു എന്നൊരു പദം വന്നാൽ തന്നെ അവിടെ ത്രിത്വം തെളിഞ്ഞു വരികയാണ്. ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം അഭിഷിക്തൻ. അപ്പോസ്തല പ്രവൃത്തി 10:38 നസ്രായനായി യേശുവിനെ ദൈവം ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും അഭിഷേകം ചെയ്തു. യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 2 യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവാൻ പറയുന്നു. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിലല്ലേ സ്നാനപ്പെടുത്തേണ്ടത്? വിശദീകരിച്ച് പറയേണ്ടുന്ന ഒരു കാര്യമാണ്. ഞാൻ അതേക്കുറിച്ചൊരു നല്ല പഠനം ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന്, ത്രിത്വോപദേശം ഞങ്ങൾക്ക് സ്വീകാര്യമാണ്, അതിൻ്റെ കാരണങ്ങൾ എന്നൊരു പഠനം.
2, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വേണം സ്നാനപ്പെടുത്തുവാൻ എന്ന മറ്റൊരു പഠനം. ഞാൻ ഈ വിഷയത്തിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനാണ്. അപ്പോസ്തലന്മാർക്കൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ട്. 2 തെളിവ് ഞാൻ പറയാം. പൗലോസിന് 2 തെറ്റുപറ്റി. 1, പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനമില്ല, നിങ്ങൾ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തരായി പോയി എന്ന് പറഞ്ഞ അതേ പൗലോസ് ഒരിക്കൽ തിമോഥെയോസിനെ പരിച്ഛേദന കഴിപ്പിച്ചു. ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് പഠിപ്പിച്ച അതേ പൗലോസ് നാസീർ വ്രതസ്ഥമുള്ള ഒരുവനെ കൂട്ടിക്കൊണ്ടുപോയി അവന്റെ മുടി ക്ഷൗരം ചെയ്ത് അതിനു വേണ്ടിയുള്ള ചിലവ് ചെയ്തു. പൗലോസിന് തെറ്റുപറ്റി. ഇനി പത്രോസിന് തെറ്റുപറ്റിയോ? കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ചെന്നപ്പോ അറുത്ത് തിന്നുക, ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മല്ലമെന്ന് പറയരുതെന്ന് ദൈവം തന്നെ നേരിട്ട് പഠിപ്പിച്ച അതേ പത്രോസ് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ചെന്നപ്പോ ആ ജാതീയന്റെ വീട്ടിൽ നിന്ന് ഭക്ഷിച്ചു. പക്ഷെ പിന്നീട് യെരുശലേമിൽ നിന്ന് യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചില യഹൂദന്മാർ വന്നപ്പോ ആ യഹൂദന്മാരെ പേടിച്ചിട്ട് താൻ പിൻവാങ്ങി മാറി നിന്നു. പൗലോസ് അവരെ പരസ്യമായി വിമർശിച്ചു. ഒരിക്കൽ ജാതികളോട് ഭക്ഷിച്ചവനാണ്, പിന്നീട് ഭക്ഷിക്കാതെ മാറി നിന്നു. ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോകാനിട വന്നു. അവരൊക്കെ പച്ചയായ മനുഷ്യരാണ്, ദൂതന്മാരല്ല. അവർക്കൊക്കെ തെറ്റ് പറ്റും. എന്നാൽ തെറ്റില്ലാത്തൊരുവൻ, തെറ്റു പറ്റാത്തൊരുവൻ യേശു ക്രിസ്തു. യേശു എന്ന് പഠിപ്പിച്ചു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. ഇനി യേശുവിൻ്റെ സ്നാന സന്ദർഭത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. യേശു സ്നാനപ്പെട്ട കാര്യം 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ഏതാണ്ട് 35-ൽ പരം അത്ഭുതങ്ങൾ ചെയ്തു. അതെല്ലാം പല സുവിശേഷങ്ങളിലാണ് എഴുതിയിരിക്കുന്നത്. ഉദാഹരണത്തിന് കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ച് യേശു വെള്ളം വീഞ്ഞാക്കിയ കാര്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ, മറ്റു സുവിശേഷങ്ങളിൽ എഴുതിയിട്ടില്ല. എന്നാൽ യേശു സ്നാനപ്പെട്ട കാര്യം 4 സുവിശേഷങ്ങളിലും എഴുതി. മത്തായി സുവിശേഷം 3:16, മർക്കോസ് 1:10, ലൂക്കോസ് 3:21, യോഹന്നാൻ 1:32. ചുരുക്കത്തിൽ സ്നാന വിഷയത്തിൽ ദൈവിക ത്രിത്വത്തിൽ 3 ആളത്വങ്ങളെയും നമ്മൾ കാണുകയാണ്. രണ്ട്, പ്രാവെന്ന പോലെ യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾക്ക് സമമായിട്ടാണ് വന്നത്. എന്നാൽ ഇവിടെ പ്രാവെന്ന പോലെ ദേഹരൂപത്തിൽ ഇറങ്ങി വന്നു. അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന 8 പ്രധാന ചിന്തകൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. 1, പ്രാവ് ഒരു സ്നേഹമുള്ള പക്ഷിയാണ്. പെറ്റ് ആനിമൽ അല്ലെ, സ്നേഹമുള്ള പക്ഷികൾ, ലവ് ബേർഡ്സ്, അങ്ങനെ പല പക്ഷികളെയൊക്കെ ആളുകൾ വളർത്താറുണ്ട്. റോമാലേഖനം 5:5 പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. പ്രാവ് സ്നേഹമുള്ള പക്ഷിയാണ്. പ്രാവിന്റെ 2ാമത്തെ പ്രത്യേകത, അതൊരു ശുദ്ധിയുള്ള പക്ഷിയാണ്. പ്രാവ് ചീഞ്ഞളിഞ്ഞ ഒന്നും തിന്നത്തില്ല, എത്ര വിശന്ന് കിടന്നാലും തിന്നൂല. പ്രാവ് ശുദ്ധിയുള്ള ഒരു പക്ഷിയാണ്. ലേവ്യ പുസ്തകം 1:14 യഹോവയ്ക്ക് അവന്റെ വഴിപാട് പറവജാതിയിൽ ഒന്നിനെ കൊണ്ടുള്ള ഹോമയാഗമാകുന്നു എങ്കിൽ അവൻ കുറുപ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ വഴിപാടായി അർപ്പിക്കണം. യാഗമർപ്പിക്കാൻ കൊണ്ടുവരേണ്ടുന്ന പക്ഷികളുടെ പേരിൽ ദൈവം പറഞ്ഞത് പ്രാവിനെ കൊണ്ടുവരണം. കാരണം പ്രാവ് ശുദ്ധിയുള്ള പക്ഷിയാണ്. ലൂക്കോസ് 2:24 അവനെ കർത്താവിന് അർപ്പിപ്പാനും ഒരു ഇണപ്രാവിനെയോ 2 പ്രാക്കുഞ്ഞിനെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി. യേശു എന്ന ആദ്യജാതനെ അർപ്പിക്കാൻ പോകുമ്പോ പ്രാവിനെയാണ് കൊണ്ടുപോയത്. കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തെ കുറിച്ച് ലേവ്യ പുസ്തകം 14 നമ്മൾ വായിക്കുന്നുണ്ട്. ലേവ്യ പുസ്തകം 14 4 ശുദ്ധീകരണം കഴിവാനുള്ളവന് വേണ്ടി ജീവനും ശുദ്ധിയുമുള്ള 2 പക്ഷി. ഇനി അതിന്റെ 22 ഒരു കുറ്റി എണ്ണയും പ്രാപ്തി പോലെ 2 കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ. അപ്പൊ ശുദ്ധിയുള്ള 2 പക്ഷികളെ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോ തത്തയോ മൈനയോ മതിയോ? പറ്റില്ല. ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് 2 പ്രാവുകളെ.
പ്രാവ് ശുദ്ധിയുള്ള ജീവിയാണ്. 3, പ്രാവ് വിശ്വസ്തതയുള്ള ഒരു പക്ഷിയാണ്. പ്രാവുകളെ കുറിച്ച് പഠിച്ചിട്ടുള്ളവർ പറയുന്നത് പ്രാവ് ഒരു ഇണയുമായി മാത്രമേ ജീവിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞില്ലേ ഇണപ്രാവെന്ന്. ഈ ജീവിതത്തിനിടയിൽ അതിൽ ഒരു പ്രാവ് അങ്ങ് ചത്തുപോയെന്നിരിക്കട്ടെ, അവശേഷിക്കുന്ന പ്രാവ് ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് താമസിക്കും. അതുകൊണ്ടാണ് കുറുകി ഞരങ്ങി എന്നൊക്കെ പറയുന്നില്ലേ, കുറുകുന്ന പ്രാവ് എന്നൊക്കെ. ഇണ മരിച്ചാൽ അവശേഷിക്കുന്ന സൃഷ്ടായുസ് മുഴുവൻ ആ പ്രാവ് ഒറ്റയ്ക്ക് മാത്രമേ ജീവിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നു. എന്തിന്? കുറച്ചു കാലത്തേക്കല്ല, ജീവിതകാലം മുഴുവൻ നമ്മോടുകൂടെ വസിക്കാനാണ് ദൈവം തന്റെ ആത്മാവിനെ നൽകിയിരിക്കുന്നത്. യോഹന്നാൻ 14:16. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന്, കുറച്ചു കാലത്തേക്കല്ല, എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിനാണ് ദൈവം തന്റെ പ്രാവാകുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. 4, പ്രാവ് സമാധാനത്തിന്റെ പ്രതീകമാണ്. 1947 പബ്ലോ പിസാസോ എന്ന വ്യക്തി വരച്ച ചിത്രം ലോകശ്രദ്ധ നേടി. അദ്ദേഹം വരച്ചത് ഒരു വെള്ളരിപ്രാവിന്റെ ചിത്രമാണ്. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഈ വെള്ളരിപ്രാവ് ഒരു ഒലിവിലയുമായി പറന്നു വരുന്ന ചിത്രമുണ്ടായി. അദ്ദേഹം വരച്ചപ്പോ ഒരു വെള്ളരിപ്രാവിനെ മാത്രമാണ് വരച്ചത്. പിന്നീട് ഈ വെള്ളരിപ്രാവ് ഒലിവിലയുമായി പറന്നു വരുന്ന ചിത്രമാണ്. ഐക്യരാഷ്ട്ര സംഘടനയിലും മറ്റിതര പ്രസ്ഥാനങ്ങളിലുമൊക്കെ സമാധാനത്തിന്റെ പ്രതീകമായി വെള്ളരിപ്രാവ് ഒലിവിലയുമായി വരുന്നു. ഇതെവിടുന്ന് കിട്ടിയ ചിന്തയാ? ആ വെള്ളരിപ്രാവ് ഒലിവിലയുമായി വരുന്ന ചിത്രത്തിന്റെയും ചിന്തയുടെയും പിന്നിൽ യഹൂദ ക്രൈസ്തവ മതത്തിന്റെ സ്വാധീനതകളുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹയുടെ പെട്ടകത്തിൽ നിന്ന് അയച്ച പ്രാവ് ഒരു ഒലിവിലയുമായി, പച്ച ഒലിവിലയുമായി വരുന്നതായി നമ്മൾ കാണുകയാണ്. അത് സമാധാനത്തിന്റെ ഒരു ചിഹ്നമായിരുന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ശത്രുക്കളല്ല, അവർ തമ്മിൽ രമ്യതയിൽ ജീവിക്കേണ്ടതാണ് എന്നുള്ളതാ ചിത്രം. പ്രാവിന്റെ പ്രത്യേകത, പ്രാവ് സൗമ്യതയുള്ള പക്ഷിയാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭം മുതൽ തന്നെ ദൈവാത്മാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവസാന ഗ്രന്ഥത്തിൽ വരെയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1:2 ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. അപ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നുള്ളിടത്ത് ഹോവറിംഗ് എന്ന പദമാണ് പരിവർത്തിക്കുക. ഹോവറിംഗ് എന്ന പദത്തിന്റെ അർത്ഥം ഒരു പക്ഷി മുട്ടയുടെ മേൽ അടയിരിക്കുന്നതാണ്. ജന്മം നൽകുവാൻ വേണ്ടി പൊരുന്നി ആവസിക്കുന്നതിനെയാണ് ഹോവറിംഗ് എന്ന് പറയുന്നത്. ഭൂലോകം നശിച്ചു പോകാതെ അതിനു മീതെ പ്രാവാകുന്ന പരിശുദ്ധാത്മാവ് പൊരുന്നി ആവസിച്ചു. ഒരു പ്രാവ് 2 മുട്ടകൾ മാത്രമേ ഇടുകയുള്ളൂ. ആ 2 മുട്ടയ്ക്കാണ് ഈ തള്ള അടയിരിക്കുന്നത്. ഇങ്ങനെ പൊരുതിയിരിക്കുന്നതിനിടയിൽ ഇതിൽ ഒരു മുട്ട ആരെങ്കിലും അപഹരിച്ചെന്നിരിക്കട്ടെ, അപഹരിച്ചാൽ ആ പ്രാവ് അവിടെ കിടന്ന് ബഹളം വെക്കത്തില്ല. ആ പ്രാവ് അവിടെ ഒരു തുള്ളി കണ്ണുനീര് പൊഴിച്ചിട്ട് ആ പ്രാവ് അവിടുന്ന് എങ്ങോട്ടെങ്കിലും പറന്നു പോകും. ആ കൂട്ടിൽ പിന്നെ താമസിക്കില്ല. ഇനി മുട്ട വിരിഞ്ഞെന്നിരിക്കട്ടെ, അടയിരുന്ന് മുട്ട വിരിഞ്ഞാൽ ആ കുഞ്ഞിന് ആദ്യത്തെ ഒരാഴ്ചത്തേക്ക് ധാന്യങ്ങളൊന്നും കൊടുക്കത്തില്ല. ആ തള്ള ഒരു പ്രത്യേക രീതിയിൽ ശബ്ദമുണ്ടാക്കി അതിൻ്റെ തൊണ്ടയിൽ നിന്ന് ഒരു തുള്ളി കഫം പോലെയുള്ള പാല് പുറത്തേക്കെടുക്കും. അതാണ് കുഞ്ഞിൻ്റെ ഒരാഴ്ചത്തേക്കുള്ള ആഹാരം. ആ ഒരു തുള്ളി പാല് കൊണ്ട് ആ കുഞ്ഞ് ബലം പ്രാപിക്കും. പിന്നെ പറഞ്ഞില്ലേ മുട്ട എടുക്കരുതെന്ന്. മുട്ട എടുത്താൽ ആ തള്ളയ്ക്കത് താങ്ങാൻ പറ്റാത്ത വേദനയാണ്. എഫെസ് ലേഖനം 4-ാം അധ്യായം 30-ാമത്തെ വാക്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിൻ നാളിലേക്ക് മുദ്രയിട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു മുട്ട അപഹരിച്ചു കഴിഞ്ഞാൽ ആ പ്രാവ് ഒരു തുള്ളി കണ്ണീർ പൊഴിച്ചിട്ട് അത് പറന്നു പോകും.
55-ാം സങ്കീർത്തനം 6-ാം വാക്യം, പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കരുത്. കാരണം പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല. മർക്കോസ് 3:29. പരിശുദ്ധാത്മാവിന്റെ നേരെ ദൂഷണം പറയുന്നവനോ ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യശിക്ഷയ്ക്ക് യോഗ്യനാകുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കർത്താവ് സത്യം ചെയ്ത് പറയുകയാണ്, പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവനോ ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യശിക്ഷയ്ക്ക് യോഗ്യനാകും. മറ്റൊന്ന്, ഒരു ഇമ്പശബ്ദം കേൾപ്പിച്ച് നമ്മെ ദൈവത്തിലേക്ക് മടക്കി വരുത്താൻ ദൈവത്തിൻ്റെ ആത്മാവ് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. യോഹന്നാൻ 16:8 പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. നമ്മൾ നേർവഴി വിട്ടു പോകുമ്പോൾ നമ്മുടെ പിന്നിൽ ഇമ്പമായ ഒരു ശബ്ദം കേൾക്കുമെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. യെശയ്യാപ്രവചനം 30:21. വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. അപ്പോൾ നാം ദൈവവഴി വിട്ടു പോകുമ്പോൾ വളരെ മൃദുവായ ഇമ്പമായ ഒരു ശബ്ദം, വഴി ഇതാകുന്നു, ഇതിലേ പോയിക്കൊള്ളുവിൻ. ഏലിയ പ്രവാചകൻ ചുരച്ചെടിയുടെ തണലിൽ മരിക്കാൻ കൊതിച്ചവനാണെങ്കിലും ദൈവം അവനെ തട്ടി ഉണർത്തി ദൂരയാത്ര ചെയ്യിച്ചു. ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലെത്തി. അവിടെ ദൈവം വന്ന് അവന് പ്രത്യക്ഷമാകുന്ന, അവനെ നിയോഗിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ദൈവം അവനോട് പറഞ്ഞു, നീ ഗുഹയുടെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന് ഗുഹാമുഖത്ത് നിൽക്കണം, എൻ്റെ സാന്നിധ്യം നിന്റെ മുമ്പാകെ കടന്നു പോകും. അങ്ങനെ ഏലിയാവ് വന്ന് ഗുഹാമുഖത്ത് നിൽക്കുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 11-12 വാക്യങ്ങൾ. നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. ഒന്ന്, ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് അതുവഴി പോകുന്നു, എന്നാൽ കാറ്റിൽ യഹോവയില്ലായിരുന്നു. 2, കാറ്റിന് ശേഷം ഒരു ഭൂകമ്പം, ഭൂകമ്പത്തിലും ദൈവമില്ലായിരുന്നു. 3, അടുത്ത വാക്യം, ഭൂകമ്പത്തിന് ശേഷം ഒരു തീ. 3, ഭൂകമ്പത്തിന് ശേഷം ഒരു തീ, പക്ഷെ തീയിലും യഹോവയില്ലായിരുന്നു. 4, തീയുടെ ശേഷമോ സാവധാനത്തിൽ ഒരു മൃദുസ്വരം. കലഹമില്ല, കോലാഹലമില്ല, ബഹളമില്ല, കൊടുങ്കാറ്റിൽ ദൈവമില്ല, ഭൂകമ്പത്തിൽ ദൈവമില്ല, തീയിൽ ദൈവമില്ല, ഇമ്പമായ ഒരു ശബ്ദം. പ്രാവിന്റെ പ്രത്യേകതകൾ. 7, പ്രാവ് ഒരു നിഷ്കളങ്കതയുള്ള പക്ഷിയാണ്. കാക്കയും പരുന്തുമൊക്കെ കൗശലവും വക്രതയുള്ള പക്ഷികളാണ്. അത് ചിലപ്പോ നമ്മുടെ കയ്യിലിരിക്കുന്നത് തട്ടിപ്പറിച്ചോണ്ട് പോകും. പക്ഷെ പ്രാവ് ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അത് നിഷ്കളങ്കതയുള്ള ഒരു പക്ഷിയാണ്. ഹോശേയപ്രവചനം 7:11, എഫ്രയീം ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ് പോലെയാകുന്നു. മത്തായി സുവിശേഷം 10:16 കർത്താവ് പറഞ്ഞു, പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിപ്പീൻ. പ്രാവിന്റെ 8ാമത്തെ പ്രത്യേകത, മനുഷ്യനെ വിശുദ്ധീകരിക്കാൻ ദൈവമുമ്പാകെ സ്വീകാര്യതയുള്ളൊരു പക്ഷിയാണ് പ്രാവ്. കഴുകനെ കുറിച്ച് പറയുമ്പോൾ അതിനെ നിങ്ങൾ ഭക്ഷിക്കരുത് എന്നാണ് ദൈവവചനം വിലക്കിയിരിക്കുന്നത്. കഴുകനെ കുറിച്ചുള്ള ഒരു വാക്യം നമുക്ക് നോക്കാൻ. ലേവ്യ പുസ്തകം 11-ാം അധ്യായം 13-ാം വാക്യം. പക്ഷികളിൽ നിങ്ങൾക്ക് അറപ്പായിരിക്കേണ്ടുന്നവ ഇവ, അവയെ തിന്നരുത്, അവ അറപ്പാകുന്നു. കഴുകൻ 1ാമത്തെ പക്ഷിയുടെ പേര് കഴുകൻ, ചെമ്പരുന്ത് മുതലായവ. അവ അറുപ്പാണ്, ദൈവത്തിന് വെറുപ്പാണ്. പക്ഷേ യാഗമർപ്പിപ്പാൻ ദൈവം പ്രാവിനെ അനുവദിച്ചു. ദൈവത്തിന് സ്വീകാര്യമായ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഒരു യാഗമാകാൻ ഒക്കെ പ്രാവിനെയാണ് ഉപയോഗിച്ചത്. നമ്മുടെ ചിന്ത, യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ദേഹരൂപത്തിൽ വെളിപ്പെട്ടു. ഇനി 3ാമത്തെ ചിന്തയിലേക്ക് നാം വരികയാണ്. യേശുവും പരിശുദ്ധാത്മാവും. ക്രിസ്തുവിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിരവധി പ്രവർത്തികൾ നമുക്ക് കാണാൻ കഴിയും. യേശുവിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ.
ഒന്ന്, യേശുവിൻ്റെ ജനനം നടന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ലൂക്കോസ് 1:35 കന്യകമറിയാമിനോട് ദൂതൻ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. യോസഫിനോട് ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ സംസാരിക്കുന്നുണ്ട്. മത്തായി 1:18 അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിന്റെ ജനനത്തിന് പിന്നിൽ വ്യാപരിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. നമ്മളൊക്കെ ഭൂമിയിൽ ജനിച്ചപ്പോഴാണ് നമ്മുടെ അസ്തിത്വമുള്ളത്. എന്നാൽ യേശുവിന്റെ അസ്തിത്വം അന്നല്ല. ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് യേശു ഉണ്ടായിരുന്നു. യേശു ജനിക്കുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പാണ് അബ്രഹാം ജീവിച്ചിരുന്നത്. യോഹന്നാൻ 8-ാം അധ്യായത്തിൽ കഥ പറഞ്ഞു, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ഉണ്ട്. ഇനി BC 2000 ജീവിച്ചിരുന്ന അബ്രഹാമിന് മുമ്പുണ്ടായിരുന്നു. അന്നാണോ? യോഹന്നാൻ 17:5 പിതാവേ, ലോകമുണ്ടാകുന്നതിന് മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം. അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് യേശുണ്ട്, ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് യേശുണ്ട്. പൂർവാസ്തിത്വമുണ്ടായിരുന്ന ഒരുവൻ. അതാണ് ഫിലിപ്പി ലേഖനത്തിൽ വായിക്കുന്നത്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യരായി ഭൂമിയിലേക്ക് വന്നു. അവന്റെ പൂർവാസ്തിത്വം ദൈവരൂപത്തിലിരിക്കെ. ഭൂമിയിൽ ആരുടെയും ജനനം പോലെയല്ല യേശുവിന്റെ ജനനം. നേരത്തെ അസ്തിത്വമുള്ളവൻ, ഉലകമുണ്ടാകുന്നതിനു മുമ്പേ ഉണ്ടായിരുന്ന ഒരുവൻ, വേഷത്തിൽ ഭൂമിയിൽ മനുഷ്യനായി വിളങ്ങാൻ വരുവാൻ അവിടെ ഒരു വലിയ ദൈവശക്തിയുടെ ആവശ്യകതയുണ്ടായിരുന്നു. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. 2, യേശുവിൻ്റെ വളർച്ചയിൽ ആത്മപ്രവൃത്തി നാം കാണുകയാണ്. ലൂക്കോസ് 2:40 പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. 3, യേശു പിശാചിനെ അതിജീവിച്ചു. എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനാലാണ്. മത്തായി സുവിശേഷം 4:1 പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. 14-ാമത്തെ വാക്യം, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. കണ്ടോ? പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ആത്മാവ് നിറഞ്ഞവനായി അവൻ മടങ്ങി വന്നു. ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി ചെന്നു. പിശാചിനെ അതിജീവിച്ചത് പരിശുദ്ധാത്മാവിനാലായിരുന്നു. 40 ദിവസം പരീക്ഷകൻ യേശുവിനെ പരീക്ഷിച്ചെങ്കിലും പരീക്ഷകനായ പിശാചിന് യേശുവിനെ കഴിയാതിരുന്നതിന്റെ പല കാരണങ്ങളിൽ ഒന്ന്, പരിശുദ്ധാത്മാവ് യേശുവിനെ ശക്തീകരിക്കുവാൻ അവിടെ ഉണ്ടായിരുന്നു. 4, യേശുവിനെ അഭിഷേകം ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ നമ്മൾ കാണുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 10:38 നസ്രേന യേശുവിനെ ദൈവം ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും അഭിഷേകം ചെയ്തു. ലൂക്കോസ് 4:18 ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തു. യേശുവിന്റെ ശുശ്രൂഷ എങ്ങനെയാണ് സംഭവിച്ചത്? മത്തായി 12:28 ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഹലോ, യേശു ഭൂതങ്ങളെ പുറത്താക്കി. എങ്ങനെയാ? ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കി. യേശുവിന്റെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ നമ്മൾ കാണുകയാണ്. ഇനി യേശുവിന്റെ മരണം നോക്കണം. യേശുവിന്റെ മരണത്തിലും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മൾ കാണുന്നുണ്ട്. എബ്രായ ലേഖനം 9:14 നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. യേശു നമുക്ക് വേണ്ടി തന്റെ രക്തം യാഗമായി നൽകി. അതിന്റെ പിന്നിൽ ഒരു പ്രചോദന ശക്തി ഉണ്ടായിരുന്നു. എന്താണ് ശക്തി? നിത്യാത്മാവിനാൽ. 6, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ പരിശുദ്ധാത്മാവോടെയും വ്യാപരിച്ചു. ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുകയാണ്. 20-ാമത്തെ വാക്യം, അങ്ങനെ അവൻ ക്രിസ്തുവിന് വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ച ഒരാത്മാവ്. റോമാലേഖനം 8:11 യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. മരണഭാഷങ്ങളെ അഴിച്ചിട്ട് യേശുവിനെ ഉയർത്തെഴുന്നേൽക്കുവാൻ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാരം ഉണ്ടായി. പൂർവാസ്തിത്വം ഉണ്ടായിരുന്ന യേശു
നമ്മിൽ ഒരുവനെ പോലെ, എന്തിന്? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ഭൂമിയിലേക്ക് വരാൻ ഒരു ഭയങ്കര ദൈവശക്തിയുടെ പ്രസരിപ്പ് ആവശ്യമുണ്ടായിരുന്നു. ഒരു ദൈവശക്തിയുടെ വ്യാപാരം ആവശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി വ്യാപരിച്ചത് പരിശുദ്ധാത്മാവായിരുന്നു. യേശുവിന്റെ ജനനം മുതൽ മരണം വരെ മാത്രമല്ല, ഉയർത്തെഴുന്നേൽപ്പിന്റെ പിന്നിലും പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു. ഇനി നമുക്ക് ആ യേശുവിനെ ഏറ്റുപറയാൻ കഴിയുന്നത് പോലും പരിശുദ്ധാത്മാവിനാലാണ്. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ കർത്താവെന്ന് പറയാൻ ആർക്കും കഴിയത്തില്ല. യേശു കർത്താവാണ്. ജീസസ് ഈസ് ലോർഡ്. ആമേൻ. അവൻ സർവാധികാരിയാണ്, കർത്തൃത്വമുള്ളവനാണ് എന്നും ഏറ്റു പറയണമെങ്കിൽ പോലും നമ്മുടെ മേൽ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കപ്പെടണം. പ്രസിദ്ധ ക്രിസ്തീയ ഗാനരചയിതാവും സുവിശേഷകനുമായിരുന്ന TJ വർക്കി 1857 ജനിക്കുകയും 1931 സെപ്റ്റംബർ മാസം 27-ാം തീയതി മരിക്കുകയും ചെയ്തു. ഒരു യാക്കോബായ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചതെങ്കിലും പിന്നീട് മർത്തോമ സഭയുടെ ഉണർവിൽ അദ്ദേഹം ആകൃഷ്ടനായി മാറി. അങ്ങനെ അദ്ദേഹം മർത്തോമ സഭയോട് ചേർന്ന് നിന്നു. മർത്തോമ സഭയിലെ സുവിശേഷ പ്രസംഗ സംഘത്തിലെ ഒരംഗമായിരുന്നു. മാത്രമല്ല, മാരാമൻ കൺവെൻഷനിലെ ഗായക സംഘത്തിന് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. ഒരു അധ്യാപകനായിരുന്ന അദ്ദേഹം മലയാളം, തമിഴ്, സംസ്കൃതം എന്നീ ഭാഷകളിൽ പ്രാവീണ്യം നേടിയിരുന്നു. 18ഓളം ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തെ പ്രസിദ്ധമാക്കി മാറ്റിയ ഗാനം എന്നുള്ളിൽ എന്നും വസിച്ചിടുവാൻ എന്നുള്ള പാട്ടാണ്. എന്നുള്ളിലെന്നും വസിച്ചിടുവാ സ്വർഗ മന്നപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കാവന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കാ തങ്കച്ചിറകടി ഏത്തനാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളി സങ്കേതം ഞാൻ കൊടും തന്യർക്കെന്നോർത്തിത സങ്കടപ്പെട്ടിടുന്നു സങ്കേതം ഞാൻ കൊടും തന്യർക്കെന്നോർത്തിത നെടുമ്പാശ്ശേരിയിൽ ആത്മീക ആരാധനയ്ക്കായി ഒരിടം. പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ്. നിർദ്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ 8086991167 9946997525.